യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ, അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. യേശു വലിയ പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. 7-ാമത്തെ വാക്യത്തിനകത്ത് ഫിലിപ്പോസ് കർത്താവിനോട് പറയുന്നുണ്ട്, ഓരോരുത്തൻ അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ല എന്നുത്തരം പറഞ്ഞു. 8-9 വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, ശിഷ്യന്മാരിൽ ഒരുത്തനായി ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവ് തിബരിയാസ് എന്ന കടൽക്കരയിൽ നിൽക്കുമ്പോൾ, രോഗികളെ സൗഖ്യപ്പെടുത്തുമ്പോൾ, ഇത് കണ്ടിട്ട് വലിയ പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വന്നു. ആ പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വരുന്നത് കണ്ടപ്പോൾ യേശു കർത്താവ് ഫിലിപ്പോസിനോട് പറയുകയാണ്, ഇവർക്കെല്ലാവർക്കും ഫുഡ് കൊടുക്കണം, ഇവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പോൾ ഫിലിപ്പോസ് തൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണ്, തൻ്റെ ബുദ്ധി കൊണ്ട് കണക്ക് കൂട്ടുകയാണ്. ഓരോരുത്തന് അല്പമെങ്കിലും, കുറച്ചെങ്കിലും, ഒരര വയറിനെങ്കിലും കൊടുക്കണമെങ്കിൽ 200 പണത്തിന് അപ്പം മതിയാകില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ബുദ്ധി കൊണ്ട് സാഹചര്യത്തെ നോക്കി കണക്ക് കൂട്ടുന്ന ഒരു ഫിലിപ്പോസിനെ നിങ്ങൾക്ക് കാണാം. ജീവിതത്തിൻ്റെ മേഖലകളിൽ, സാഹചര്യങ്ങളിൽ ബുദ്ധികൾ കൊണ്ട് കണക്ക് കൂട്ടുന്നവരുണ്ട്. നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ എല്ലായ്പ്പോഴും വിജയിച്ചു എന്ന് വരത്തില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നിടത്താണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുന്നത്. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസ് തൻ്റെ സഹോദരനായ അന്ത്രയോസിനോട് പറയുകയാണ്, അവനോട് പറയുകയാണ്, അന്ത്രയോസ് വന്നൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ്, അന്ത്രയോസ് ഒരു ഇൻഫർമേഷൻ കൊടുത്തു. എന്താണ് അന്ത്രയോസ് കൊടുത്ത ഇൻഫർമേഷൻ? ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. എന്നിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ. പക്ഷേ ഇത് കേട്ട ഉടനെ, അന്ത്രയോസ് കൊടുത്ത ഇൻഫർമേഷൻ കേട്ട ഉടനെ യേശു കർത്താവ് ആളുകളെ, ജനത്തെ ഇരുത്താൻ പറഞ്ഞു. പുരുഷന്മാർ മാത്രം 5000 പേരുണ്ടായിരുന്നു. സ്ത്രീകളുടെ എണ്ണം അവിടെ എഴുതിയിട്ടില്ല, കുട്ടികളുടെ എണ്ണം എഴുതിയിട്ടില്ല. ഒത്തിരി ആയിരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോ. ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളുള്ള സ്ഥലത്ത് ഈ 5 അപ്പത്തിനും 2 മീനിനും എന്ത് പ്രസക്തിയാണുള്ളത്? അന്ത്രയോസ് ഇങ്ങനൊരു ഇൻഫർമേഷൻ യേശുവിന് കൊടുക്കുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് യേശു കർത്താവ് പുരുഷാരത്തോട് ഇരിക്കാൻ പറഞ്ഞത്? ഒരു സത്യം നമ്മൾ അവിടെ കാണുന്നു. അന്ത്രയോസ് കൊടുത്തത് ഇൻഫർമേഷനാണ്. 5 യവത്തപ്പവും 2 മീനും ഉള്ള ഒരു ബാലകൻ ഇവിടെ ഉണ്ട്. എന്നിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും സാധിക്കാനില്ലെന്ന്. പക്ഷെ ആളുകളെ ഇരുത്തുവിന് യേശു പറയുന്നത് ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള പറച്ചിലല്ലത്. താൻ ആര് എന്നുള്ള തൻ്റെ റെവലേഷനാണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയാം. യേശു ആരാണെന്നും തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും തൻ്റെ പിതാവ് ആരാണെന്നുമുള്ള തൻ്റെ റെവലേഷൻ, തൻ്റെ വെളിപ്പാട്, തൻ്റെ വിശ്വാസം, തൻ്റെ ബോധ്യം, യേശുവിൻ്റെ ബോധ്യം. മരുഭൂമിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മന്ന വിളമ്പിയവൻ, ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ദീർഘവർഷങ്ങൾ അവരുടെ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, അവരുടെ മുഴുവൻ ഭക്ഷണ ക്രമീകരണങ്ങളും ചെയ്തവൻ. ആ കർത്താവിന് ഈ 10000 പേരെ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. താൻ ആരാണെന്ന് തനിക്ക് വൃത്തിയായിട്ടറിയാം. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആശ്രയമാണ്. ദൈവത്തിലുള്ള ആശ്രയമാണ് എൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവൻ, അതൊരു ഫെയ്ത്താണ്. ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞത് താൻ ആരെന്നുള്ള തൻ്റെ റെവലേഷനാണ്. ഒരിക്കൽ പിശാച് യേശുവിനോട് പറഞ്ഞില്ലേ,
നീ കല്ലിനോട് അപ്പമായി തീരാൻ പറയാൻ. അപ്പോൾ യേശു കർത്താവ് സാത്താനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവല്ലോ. പിശാചിൻ്റെ മുമ്പിൽ യേശു അപ്പം ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. യേശുവിന് അറിയായിരുന്നു താൻ വാ തുറന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ ഇല്ലാത്ത അപ്പം ഉണ്ടായി വരുമെന്ന്. പക്ഷെ അത് പിശാചിന്റെ മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം കർത്താവിനില്ല. അത് ആവശ്യക്കാരന്റെ മുമ്പിൽ കർത്താവ് വിളമ്പിക്കോളും. ഹല്ലേലൂയ. അത് ആവശ്യക്കാരന് വേണ്ടി കർത്താവ് ചെയ്തോളും. അത് വിമർശിക്കുന്നവന് വേണ്ടി, കളിയാക്കുന്നവന് വേണ്ടി ചെയ്യേണ്ട കാര്യം കർത്താവിനില്ല. ആവശ്യക്കാരൻ വരുമ്പോൾ അവൻ സൗഖ്യമാവും. ആവശ്യക്കാരൻ വരുമ്പോൾ അവൻ വിടുതൽ പ്രാപിക്കും. കാരണം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീ കല്ലിനോട് അപ്പമാകാൻ സാത്താനും വെറുതെ പറയില്ല കേട്ടോ. സാത്താനും അറിയാം യേശുവിനെ ഈ കല്ലിനെ അപ്പമാക്കാൻ പറ്റുമെന്ന്. പക്ഷെ കർത്താവാക്കിയില്ല. പിശാചിന് ഉറപ്പായിട്ടും അറിയാം. യേശു വാ തുറന്ന് പറഞ്ഞാൽ, യേശു ആ യോർദാനിൽ, ആ സമൂഹത്തിൽ അവിടെ ജീവിക്കുന്ന എല്ലാവരെക്കാളും അധികം യേശു ആരാന്ന് അറിയാവുന്നത് സാത്താനാണ്. ദൈവത്തിന്റെ സാധ്യതകൾ എത്ര അധികമാണെന്നും, ദൈവത്തിന്റെ ശക്തി എത്ര വലുതാണെന്നും, അവന്റെ മഹത്വം എത്ര വലുതാണെന്നും, അവന്റെ വലിപ്പം എത്ര വലുതാണെന്നും, അവന്റെ വീര്യപ്രവൃത്തികൾ എത്ര വലുതാണെന്നും വിശ്വാസിയെക്കാളും അറിയാവുന്നത് പിശാചിനാണ്. കാരണം അവൻ അവിടെ ഇരുന്നവനാ. ആ മഹത്വം അവൻ കണ്ടവനാ യഥാർത്ഥമായി. ദൈവത്തിന്റെ മഹത്വം എത്ര വലുതാണെന്നും, അവന്റെ അധികാരം എത്ര വലുതാണെന്നും, അവന്റെ സിംഹാസനം എന്തെന്നും, അവന്റെ പദവി എന്തെന്നും, അവന്റെ രാജ്യത്വം എന്തെന്നും, അവന്റെ കർത്തൃത്വം എന്തെന്നും വ്യക്തമായിട്ട് പിശാചിനറിയാം. അതുകൊണ്ടല്ലേ ജോബിനെ പരീക്ഷിക്കാൻ സാത്താൻ അവിടെ ചെന്ന് അപേക്ഷിച്ചത്, ഒന്ന് അനുവാദം തരുമെന്ന് ചോദിച്ചത്. കാരണം അവൻ്റെതായിട്ടൊന്നും ഇല്ലല്ലോ. പിശാചിന് ഇവിടെ എന്താ ഉള്ളേ? പിശാച് സൃഷ്ടിച്ച എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? പിശാച് പോലും, ആ ലൂസിഫർ എന്ന് പറയുന്നവൻ പോലും, ആ വീണുപോയ കെരൂബായ ആ ദൂതൻ പോലും ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? ദൈവമല്ലേ അവനെ സൃഷ്ടിച്ചത്? എന്താ അവനിവിടെ ഉള്ളേ? പിന്നെ അവന്റെ കയ്യിൽ ആകെ ഉള്ളത് കുറച്ച് തന്ത്രമാണ്. ഹല്ലേലൂയ. അവനെ വെട്ടി താഴെയിട്ടത് കൊണ്ട്, അവൻ അഹങ്കരിച്ചതിനാൽ, അവൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ സിംഹാസനമുണ്ടാക്കാൻ തൻ്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചതിനാൽ, ഹല്ലേലൂയ, ദൈവം അവനെ വെട്ടി കൃത്യമായ ഭൂമിയിലേക്ക് തന്നെ വീണു. അവൻ ശപിക്കപ്പെട്ടു. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യേശു കർത്താവ് താൻ ആര് എന്ന് തനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ചില സമയത്ത് പിശാചുക്കൾ ഇത് വിളിച്ചു പറഞ്ഞു, യേശുവിൻ്റെ ശുശ്രൂഷയെ വിളിച്ചു പറഞ്ഞു യേശു ആരാന്ന്. ഉടനെ അമർച്ചയായിട്ട് ആ ഭൂതങ്ങളെ യേശു ശാസിച്ചു. അത് പറയാതിരിക്കാൻ, അത് പ്രചരിപ്പിക്കാതിരിക്കാൻ, അത് റിവീൽഡ് ആകാതിരിക്കാൻ. അത് റിവീൽഡ് ആയാൽ ദൈവിക പദ്ധതി നിറവേറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഫിലിപ്പോസ് ഇവർക്ക് തിന്നുവാൻ എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. യോഹന്നാൻ 6:6. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യത്തിൽ, അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഓരോരുത്തരും അല്പം അല്പം ലഭിക്കാൻ 200 പണത്തിന് അപ്പം മതിയാകില്ലെന്ന് ഫിലിപ്പോസ് പറയുന്നു. 8-9 വാക്യങ്ങളിൽ അന്ത്രയോസ് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. അതിൻ്റെ 10-11 വാക്യങ്ങളിൽ യേശു ആരെന്നുള്ള വെളിപ്പാടിനാൽ പുരുഷാരത്തെ ഇരുത്തുന്നു. അപ്പമീനുകളെ എടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കുന്നു, വർദ്ധിക്കുന്നു, അത്ഭുതം നടക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങൾ ആരെന്നുള്ള ബോധ്യം, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ മകനാണ്, ഞാൻ കർത്താവിൻ്റെ മകളാണ് എന്നുള്ള നിങ്ങളുടെ ഉറപ്പ്, യേശു സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാണ്, എൻ്റെ അപ്പായാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ എല്ലാമാണ് എന്ന നിങ്ങളുടെ ബോധ്യം, നിങ്ങളുടെ വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും.